കർത്താവായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ ഈ ലൈവിൽ ജോയിൻ ചെയ്യുന്ന, പിന്നീട് യൂട്യൂബിൽ കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഞങ്ങൾ തുടർച്ചയായി പലവിധമായ ഈ ലോകത്തിലുള്ള അപ്പോസ്തോലന്മാര് വന്ന ശേഷം പല മനുഷ്യരിൽ കൂടെ വന്ന സുവിശേഷങ്ങളെ പറ്റി സംസാരിക്കുകയും എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഏകവും ഏറ്റവും ശ്രേഷ്ഠമായ തൻ്റെ പുതിയ ഉടമ്പടി തൻ്റെ അപ്പോസ്തോലന്മാരിൽ കൂടെ ഈ ലോകത്തിന് വേണ്ടി നൽകി. രക്ഷയുടെ ഏക സുവിശേഷം, അതായത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയാൽ പെന്തക്കോസ്ത് നാൾ മുതൽ അപ്പോസ്തോലന്മാരിൽ കൂടെ പുറപ്പെടുവിച്ച സുവിശേഷം, പിന്നീട് അവരിൽ കൂടെ എഴുത്തുകളാൽ അത് ഉറപ്പിച്ചു. അതിൻ്റെ ഉടമ്പടിയുടെ പല കാര്യങ്ങളെപ്പറ്റി നമ്മളോട് പുതിയ നിയമം എന്ന 27 പുസ്തകങ്ങളിൽ കൂടെ അവർ നമ്മളോട് എഴുതി അറിയിച്ചു. ഈ എഴുത്തുകളാലും അതിനു മുൻപുള്ള പ്രവാചകന്മാരിൽ കൂടെ ഉള്ള പ്രവചനങ്ങളിൽ കൂടെയും നമ്മൾ ആ ഒരു ഉടമ്പടിയുടെ എല്ലാ ഭാഗങ്ങളെയും ഒരുമിപ്പിക്കുകയും ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാരിൽ നിന്നുള്ള വെളിപ്പാടും അപ്പോസ്തോലന്മാരിൽ നിന്നും ഉള്ള വെളിപ്പാടും ഒരേ യേശു ക്രിസ്തു എന്ന ഏക സത്യദൈവത്തെ വെളിപ്പെടുത്തുന്നു എന്നുള്ള വലിയ ശ്രേഷ്ഠമായ സത്യത്തെ ഈ ചാനലിൽ കൂടെ ഞങ്ങൾ അറിയിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ പോലും പലരും ഞങ്ങൾ സംസാരിക്കുന്നതിന് എതിരായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അവരങ്ങനെ സംസാരിക്കുമ്പോൾ ആ വിഷയം എടുത്ത് പിന്നെയും സംസാരിക്കുവാനും അതെന്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് സ്ഥിരപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ഒരു അവസരം കൂടെ ഇങ്ങനെ ലഭിക്കുന്നു. അങ്ങനെ ഡേവിഡ് അടിമാലി എന്നുള്ള ഒരു സഹോദരൻ ഈയിടെ കുറച്ചു ദിവസം മുമ്പേ ചെയ്ത ഒരു വീഡിയോ, അതിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്താണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതിനകത്ത് മുഖ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന ഒരു കാര്യം എന്നത് ക്രിസ്തു എന്നത് അഭിഷിക്തനാണെന്നും കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് എഴുന്നേറ്റ ശേഷമാണ് ക്രിസ്തു എന്ന ആ ഒരു പദം വരുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് മോശയോട് യഹോവ എന്ന നാമം വെളിപ്പെടുത്തുന്നത് അബ്രഹാമിനെ കാണുന്നതിന് മുമ്പാണെങ്കിലും അബ്രഹാമിനെ കാണുമ്പോഴും യഹോവ എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശയാണ് അത് എഴുതി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ യഹോവ എന്ന നാമം അന്നുണ്ടെങ്കിലും വെളിപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ആ സെയിം കാര്യം അദ്ദേഹം പുതിയ നിയമത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് ഞങ്ങൾ കണ്ടത്. അതായത് ക്രിസ്തു മരിച്ചു ഉയർത്ത ശേഷമാണ് ക്രിസ്തു ആയത്. അല്ലെ, അഭിഷിക്തൻ എന്നുള്ള ആ മലയാളം പദം എടുത്തിട്ട് ക്രിസ്തു എന്നത് വെറും ഒരു മനുഷ്യനെ അഭിഷേകം ചെയ്യുന്ന രീതിയിലാണ് എന്ന് ആ ഒരു പദത്തെ അദ്ദേഹം കണ്ടിരിക്കുന്നത്. അപ്പം പൂർണ്ണമായ ഒരു വെളിപ്പാട് അദ്ദേഹത്തിന് ഈ വിഷയത്തെ പറ്റി ഇല്ല എന്നും അതുകൊണ്ട് ചില വാക്യങ്ങൾ ഞാൻ കാണിച്ചുകൊണ്ട് ആദ്യമേ ഈ ഒരു ഡിസ്കഷനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ചില വചനങ്ങൾ, ആദ്യമായി 1 പത്രോസ് 1:10-11 വാക്യങ്ങൾ, അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ പറയുന്നത് പഴയ നിയമ പ്രവാചകന്മാർ എല്ലാം സംസാരിച്ചത് ക്രിസ്തുവിന്റെ ആത്മാവിൽ കൂടെയാണ്. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ക്രിസ്തുവിന്റെ ആത്മാവാണ് പഴയ നിയമ പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചത്. അവരെന്തിനെ പറ്റിയാണ് സംസാരിച്ചത്? ക്രിസ്തുവിന് വരുവാൻ പോകുന്ന കഷ്ടത്തെയും പിന്നെ വരുന്ന ആ ഒരു അഭിഷേകം അല്ലെങ്കിൽ ആ ഒരു മഹത്വീകരണം, ഗ്ലോറിഫിക്കേഷൻ, അതിനെ പറ്റിയാണ് അവർ സംസാരിച്ചത്. പക്ഷെ അവർ സംസാരിച്ചത് എങ്ങനെയാണ്? ക്രിസ്തുവിന്റെ ആത്മാവാണ് അവരിൽ കൂടെ സംസാരിച്ചത്. നമ്മൾ പഴയ നിയമം നോക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അവിടെ പഴയ നിയമത്തിൽ യഹോവയുടെ ആത്മാവാണ്
പ്രവാചകന്മാരിൽ കൂടെ സംസാരിക്കുന്നു. പക്ഷെ ആ ആത്മാവ് ഏത് ആത്മാവാണെന്ന് ആണ് ഇവിടെ പത്രോസ്, അതായത് പാറയായ പത്രോസ്, അതായത് വെളിപ്പാട് ലഭിച്ച പത്രോസ് ഇവിടെ വെളിപ്പെടുത്തുന്നു. ആ ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ എടുക്കുവാൻ പോകുന്ന ചാപ്റ്ററാണ് യെശയ്യാവിന്റെ പുസ്തകം, അതിന്റെ 48-ാമത്തെ വാക്യം. അതിനകത്ത് അവർ തൃത്വം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഞാൻ എന്നുള്ള പദമുണ്ട്, അവൻ എന്നുള്ള പദമുണ്ട്. അവൻ എന്നുള്ള പദത്തെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. അവനാണ് മരുഭൂമിയിൽ നടത്തിയത്, അവനാണ് മരുഭൂമിയിൽ വെള്ളം നൽകിയതെന്നുള്ള ആ ഒടുക്കലത്തെ കുറച്ച് വചനങ്ങൾ ആ അവനെ പറ്റി പറയുന്നു. ആ അവൻ ആരാണ് എന്ന് ഇവിടെ 1 കൊരിന്ത്യർ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അവർ മരുഭൂമിയിൽ നടന്നപ്പോൾ അവരോടുകൂടെ നടന്ന പാറ ആരായിരുന്നു? അത് ക്രിസ്തുവിന്റെ ആത്മാവായ പാറയായിരുന്നു. ആ ആത്മാവായ പാറയിൽ കൂടെയാണ് അവർ വെള്ളം കുടിച്ചതെന്ന് അവിടെ പറയുന്നു. അപ്പൊ അവൻ എന്ന് അവിടെ പറയുന്നത് ക്രിസ്തു എന്ന ആ ഒരു ആത്മീയ പാറയായവൻ ഒരു ഭൗതിക പാറയായിട്ട് അവരുടെ കൂടെ നടക്കുകയും ആ ഒരു ഭൗതിക പാറയിൽ കൂടെ അവർക്ക് വെള്ളം നൽകുകയും ചെയ്തു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആ അവൻ എന്നത് അവിടെ യെശയ്യാവിന്റെ പുസ്തകം 48-ൽ ആ ഒടുക്കലത്തെ ഭാഗം നമ്മൾ കാണുമ്പോൾ പറയുന്നു, അവൻ ആണ്, അവനിൽ കൂടെയാണ് വെള്ളം ഒഴുകിയതെന്ന് പറയുന്നു. അപ്പോൾ സംസാരിച്ചത് ഞാൻ എന്ന് പറയുമ്പോൾ ആരാകുന്നു? ഞാൻ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ആത്മാവാണ്. അവൻ എന്ന് പറയുന്നതും ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയാണ്. ഇവിടെ പാറയായിട്ട് നിൽക്കുന്നതും അവനിൽ കൂടെയാണ് വെള്ളം പുറപ്പെടുവിക്കുന്നതും എന്ന് വളരെ വ്യക്തമായിട്ട് പത്രോസ് വെളിപ്പെടുത്തുന്നു. ഇനി ഇത് രണ്ടും ഇതിന്റെ വെളിച്ചത്തിലാണ് നമ്മളോട് അടുത്തത് ജോയ് പാസ്റ്റർ സംസാരിക്കുവാൻ പോകുന്നത്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഒരു തൃത്വം ഉണ്ടോ? ഞാൻ അവൻ എന്ന് പറയുന്നത് ആരാകുന്നു? പ്രിയ വിൽസൺ ബ്രദറിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. JCNDSD എന്ന ഗ്രൂപ്പിലൂടെ ഞങ്ങൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ആ ഗ്രൂപ്പിൽ ഉള്ള വീഡിയോകൾ നോക്കിയാൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്രൈസ്തവ സമൂഹത്തിൽ ഇന്ന് തൃത്വം തെളിയിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്ന മിക്ക ചോദ്യങ്ങൾക്കും മറുപടി അതിൽ കൊടുത്തിട്ടുണ്ട്. അത് പലരും കാണാതെ ശ്രദ്ധിക്കാതെയാണ് പിന്നെയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യെശയ്യാ പ്രവചനം 48-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ 48-ാം അധ്യായത്തിൽ പറയുന്ന വിഷയം എന്താണെന്ന് പഠിക്കാതെ അത് തൃത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൃത്വം തെളിയിക്കുവാൻ വേണ്ടി തൃത്വക്കാര് വൃഥാ പരിശ്രമം നടത്തുവാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. പക്ഷെ അവർക്കാർക്കും അത് തൃത്വമാണെന്ന് തെളിയിക്കുവാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ തൃത്വം തെളിയിക്കുവാൻ വേണ്ടിയുള്ള ആപ്തവാക്യമായിട്ട് അവർ ഉയർത്തുന്ന അവരുടെ ചോദ്യങ്ങൾ തന്നെ അവർക്കെതിരെ തിരിഞ്ഞ് ആ വചനങ്ങളെല്ലാം അവരുടെ ഉപദേശത്തിന് എതിരായിട്ട് തിരിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. യെശയ്യാവ് 48-16 പറയുമ്പോൾ എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നുവെന്നാണ്. യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും. ആരാണ് ഈ എന്നെ എന്ന് പറയുന്ന അതാരാണ്? തന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ അടുത്തു വന്ന് ഇത് കേൾപ്പിൻ. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. ഇവിടെ പറയുന്ന എന്നെയും തന്റെ ആത്മാവിനെയും എന്ന് പറയുന്നത് യെശയ്യാവ് 48-ൽ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ അത് വായിക്കുമ്പോൾ
ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഒന്ന്, യഹോവയായ കർത്താവ്. രണ്ട്, എന്നെയും. മൂന്ന്, തന്റെ ആത്മാവിനെയും. ഇവിടെ പറയുന്ന 3 പേർ തൃത്വമാണെന്നും, അഥവാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന 3 വ്യക്തികളെ ഉദ്ദേശിച്ചാണ് പറയപ്പെട്ടിരിക്കുന്നതെന്നും ഇവിടുത്തെ തൃത്വ സ്നേഹിതർ വിശ്വസിക്കുകയും ജനത്തെ തെറ്റായി പഠിപ്പിക്കുകയും ചെയ്യുന്ന നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ മുതൽ പുത്രനും പരിശുദ്ധാത്മാവും എന്നീ 2 വ്യക്തികൾ പിതാവായ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നുവെന്നാണ് അവർ പറയുന്നത്. യെശയ്യാവ് 48 പറയുന്ന ഈ സംഭവം ഭൂമിയുടെ ഉത്ഭവത്തെ കുറിച്ചല്ല, അതിന്റെ ഉത്ഭവം മുതൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഭൂമിയുടെ ഉത്ഭവത്തെ കുറിച്ചല്ല അവിടെ പറയുന്നു. യെശയ്യാ പ്രവചനത്തിൽ തന്നെ 48:13 പറയുന്നുണ്ട്, സർവശക്തനായ ദൈവം പറയുകയാണ്, എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു എന്ന് പറയുന്നുണ്ട്. എന്നാൽ 48:16 വാക്യത്തിൽ പറയുന്ന ഉത്ഭവം ഭൂമിയുടെ ഉത്ഭവത്തെ കുറിച്ചല്ല എന്ന് പ്രാരംഭത്തിൽ പറയട്ടെ. അതെന്തിന്റെ ഉത്ഭവമാണെന്ന് വളരെ വ്യക്തമായി വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാക്കുവാനായിട്ട് വളരെ പ്രയാസം കൂടാതെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. പിന്നെ ഇവിടെ പറയുന്ന 48:16 പറയുന്ന ഈ ഉത്ഭവം ഏതിന്റെ ഉത്ഭവമാണ്? 48:14 വായിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വ്യക്തമാകും. യഹോവ സ്നേഹിക്കുന്നവൻ ബാബേലിനോട് അവന്റെ ഹിതവും കൽദയരോട് അവന്റെ ഭുജബലവും അനുഷ്ഠിക്കും. യഹോവ സ്നേഹിക്കുന്നവൻ ബാബേലിനോട്. ശ്രദ്ധിച്ചാൽ നമുക്ക് ഗ്രഹിക്കാം, യഹോവ ആരെയോ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. ബാബേലിനോട് ദൈവത്തിന്റെ ഭുജബലം വെളിപ്പെടുത്തുന്ന ആരെയോ യഹോവ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് ഈ വാക്യത്തിൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. 48:15 വായിക്കുമ്പോൾ ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു, ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ആരെ? യഹോവ സ്നേഹിക്കുന്ന ഒരുവൻ, അഥവാ ദൈവത്തിനെതിരെ മത്സരിച്ച ബാബേൽ സംസ്കാരത്തിന് എതിരായിട്ട് അവനെ വെല്ലുവിളിക്കുവാൻ, ബാബേലിനെ തകർക്കുവാൻ സർവശക്തനായ ദൈവം സ്നേഹിച്ച് പേര് ചൊല്ലി വിളിച്ച ഒരുവനെ കൊണ്ടുവരുന്ന ഒരു രംഗമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു, ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ആര്? ബാബേലിനോട് ദൈവത്തിന്റെ ഭുജബലം കാണിക്കുവാൻ വേണ്ടി ഒരുവനെ സ്വർഗത്തിലെ തമ്പുരാൻ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രത്യേക സൂചനയാണ് ഇവിടെ പറയുന്നത്. അതാണ് 48:16 അവന്റെ വഴി സാധ്യമാകും. ഇവിടെ പറയപ്പെടുന്ന കാര്യം ബാബേലിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ചാണെന്ന് വളരെ വ്യക്തമാണ്. അതിന്റെ ഉത്ഭവം മുതൽ ഞാൻ അവിടെ ഉണ്ട് എന്നാ പറയുന്നത്. ദൈവത്തിനെതിരെ വെല്ലുവിളി നടത്തിക്കൊണ്ട് ദൈവത്തിനെതിരെ ഒരു ഗോപുരം പണിയുവാൻ പദ്ധതിയിട്ട ആ പദ്ധതി ദൈവത്തിന്റെ മുൻപിൽ മറവായിരിക്കുന്നില്ല, അതിന്റെ ഉത്ഭവം മുതലേ എനിക്കറിയാം എന്നാണ് ഇവിടെ പ്രസ്താവിക്കുന്ന പ്രസ്താവന. അപ്പോൾ 48:15-16 പറയുന്നത് ഭൂമിയുടെ ഉത്ഭവത്തെ കുറിച്ചല്ല എന്ന് ഇവിടുത്തെ തൃത്വ സ്നേഹിതർ ഗ്രഹിക്കണം. അവിടെ പറയുന്നത് ബാബേലിന്റെ ഉത്ഭവത്തെ കുറിച്ചാണ്. ബാബേലിനോട് ദൈവത്തിന്റെ ഭുജബലം കാണിക്കുവാൻ ദൈവം ഒരുവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അഥവാ ദൈവത്തോട് മത്സരിച്ച് ദൈവിക പദ്ധതിയെ തകർക്കാമെന്ന ചിന്തയോടെ നടന്ന ഒരു വൃഥാ അധ്വാനത്തെ, അല്ലെങ്കിൽ ഒരു വൃഥാ ശ്രമമാകുന്ന ബാബേൽ പരിശ്രമത്തെ അതിന്റെ ഉത്ഭവം മുതൽ എനിക്കറിയാം എന്നാണ് ദൈവം ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെയാണ് തൃത്വവും ബാബേൽ ഗോപുരം പോലെ പണിയപ്പെടുന്ന സാത്താനാൽ ദൈവത്തിന്റെ വെളിപ്പാടിനെ തകർത്ത് കളയുവാൻ സാത്താൻ പടുത്തുയർത്തിക്കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ്. അത് ഒരു ബാബേൽ ഗോപുരമാണ്. അതിന്റെ ഉത്ഭവം എവിടെയാണെന്ന് സർവശക്തനായ ദൈവം അറിയുന്നു. യെശയ്യാവ് 48:14 വായിക്കുമ്പോൾ മുതൽ നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. യഹോവ സ്നേഹിക്കുന്നവൻ ബാബേലിനോട്
തന്റെ ഭുജബലം അനുഷ്ഠിക്കും. യഹോവ സ്നേഹിക്കുന്നവനാരോ അവൻ ബാബേലിനോട് തന്റെ എന്ന് പറഞ്ഞാൽ യഹോവയുടെ ഭുജബലം കാണിക്കും. അപ്പോൾ ദൈവത്തിനെതിരെ വെല്ലുവിളി തകർത്ത് കളയുവാൻ ദൈവം മറ്റൊരുവനെ ഒരുക്കുന്ന സംഭവത്തെ കുറിച്ചാണ് യെശയ്യാവ് 48 അധ്യായം പറയുന്നത്. ആരാണ് യഹോവയുടെ ഹിതപ്രകാരം ബാബിലോനോട് ഭുജബലം കാണിച്ചത്? നമുക്ക് അത് വ്യക്തമായിട്ട് ബൈബിൾ പഠിക്കുന്ന ഏതൊരു പണ്ഡിതനും അതറിയാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. പഠിതാവിനറിയാം. യെശയ്യാവ് 44:28 വായിക്കുമ്പോൾ, കോരശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. കോരശ് എന്ന് പറയുന്ന ഒരുവനെ കുറിച്ചാണ് യഹോവയുടെ ഭുജബലം കാണിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത, ദൈവം സ്നേഹിച്ച വ്യക്തി എന്ന് ബൈബിളിൽ വ്യക്തമാക്കി നമ്മെ പഠിപ്പിക്കുന്നു. 48:15 ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ആരെ? കോരശിനെ. 46:11 വായിക്കുമ്പോൾ, ഞാൻ കിഴക്കുനിന്ന് ഒരു റാഞ്ചൻ പക്ഷിയെ ദൂരദേശത്ത് നിന്ന് എന്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു. ഇനി നമുക്ക് 45 അധ്യായം വായിക്കുമ്പോൾ, ഞാനിതെല്ലാം വിശദീകരിക്കുന്നില്ല, കർത്താവിന്റെ ദാസന്മാരുമുണ്ടല്ലോ. 45:4 വായിക്കുമ്പോൾ, എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃതനായ ഇസ്രയേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. 45 അധ്യായത്തിൽ പേര് ചൊല്ലി വിളിച്ചത് ആരെയാ? കോരശിനെയാണ്. കോരശ് ആരാണ്? ദൈവം സ്നേഹിക്കുന്ന ഒരുവൻ. അവൻ ജാതീയനാണ്, പക്ഷെ ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ ഭുജബലം, കർത്താവിന്റെ ഭുജബലം ബാബേലിനോട് കാണിക്കുവാൻ വേണ്ടി ദൈവം പേര് ചൊല്ലി വിളിച്ചു കൊണ്ടുവന്ന വ്യക്തിയാണ് ഈ കോരശ്. എന്നിട്ട് 48:15 നമ്മൾ വായിക്കുമ്പോൾ, അവന്റെ വഴി സാധ്യമാകും. ആരുടെ വഴി? കോരശിന്റെ വഴി. ബാബിലോണിന്റെ ചരിത്രവും അതിന്റെ തകർച്ചയും പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും കോരശ് നടത്തിയ പദ്ധതികളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാകും. അവന്റെ വഴി സാധ്യമാകും. ആരുടെ വഴി? കോരശിന്റെ വഴി. യെശയ്യാവ് 46:11 വായിക്കുമ്പോൾ, എന്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു. ദൈവത്തിന്റെ ആലോചനയും ദൈവത്തിന്റെ ഭുജബലവും ബാബേലിനോട് കാണിപ്പാൻ ദൈവം വിളിച്ചിറക്കി കൊണ്ടുവന്നവനാണ് കോരശ്. 48:16 വായിക്കുമ്പോൾ, ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. നമുക്ക് 45 അധ്യായത്തിന്റെ 19 വാക്യം വായിക്കുമ്പോൾ, ഞാൻ രഹസ്യത്തിൽ അന്ധകാര പ്രദേശത്ത് വെച്ചല്ല സംസാരിച്ചത്. യാക്കോബിന്റെ സന്തതിയോട് സംസാരിച്ചു വരുക. നിങ്ങൾ എല്ലാവരും കൂടി വന്ന് കേൾപ്പിൻ എന്ന് 48:14 പറയുന്നു. അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഏതിന്റെ? ബാബേല് എന്റെ പദ്ധതിയുടെ ആരംഭം മുതൽ ദൈവത്തിന്റെ ദൃഷ്ടിക്ക് മറവായില്ല. അതിന്റെ ഉത്ഭവം, ബാബേലിന്റെ ഉത്ഭവം, അവന്റെ രാജ്യത്തിന്റെ ആരംഭം ചീനാർ ദേശത്തായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത്, യഹോവയായ ദൈവം എന്നെയും തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു എന്ന് പറയുന്നത്, യഹോവയായ ദൈവം എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഈ വിവരം പറയുന്ന എന്നെയും യെശയ്യാവിനെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ ചരിത്രം വ്യക്തമായി പഠിച്ചാൽ, കോരശിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. കോരശ് ജനിക്കുന്നതിന് 125 വർഷത്തിന് മുൻപ് കോരശിനെ വിളിച്ച് ബാബേലിനോട് ദൈവത്തിന്റെ ഭുജബലം കാണിപ്പാൻ വേണ്ടി എങ്ങനെയാണ് ബാബേലിന്റെ തകർച്ചയെ കുറിച്ച് പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ 48 അധ്യായം പറയുന്ന സംഗതികൾ തൃത്വം തെളിയിക്കുവാൻ വേണ്ടിയുള്ള ഒരു ചരിത്രമല്ല. ദൈവത്തിന്റെ ഭുജബലം തെളിയിക്കുവാൻ കോരശിനെ വിളിച്ചതും, അതുപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവ്. എപ്പോഴും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നു, ദൈവം ഒരു പദ്ധതിക്ക് വേണ്ടി ആരെങ്കിലും അയച്ചാൽ അവനെ ഒറ്റയ്ക്ക് അയക്കുകയല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് കൂടി അയക്കുന്നു. ബൈബിളിൽ തന്നെ അതിന് ധാരാളം തെളിവുകളുണ്ട്. നിന്നോട് നീ പ്രതിവാദം പറയുവാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊള്ളൂ. അത് നീയല്ല, പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി സംസാരിക്കും. നിനക്ക് മുൻപായി പരിശുദ്ധാത്മാവ് അവിടെ ചെല്ലും. അപ്പോൾ കോരശിനെ അയക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ്
കോരച്ചു പോയത് എന്നുള്ളതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള തെളിവാണ് നമുക്ക് യെശയ്യാ പ്രവചനം 48-ാം അധ്യായം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഗ്രഹിക്കുവാൻ കഴിയുന്നത്. അതിന്റെ ഉത്ഭവകാലം, ഏതിന്റെ? ബാബേലിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിലൂടെ താൻ അയക്കുന്നതിനെ കുറിച്ച് ദുർവ്യാഖ്യാനം നടത്തി അതിനെയും തൃപ്തം തെളിയിക്കുവാൻ സാത്താന്റെ പ്രേരണയാൽ അനേകർ കടന്നു വരുന്നത് വളരെ ദുഃഖത്തോടെ മാത്രമേ ഞങ്ങൾക്ക് അതിനെ കാണുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ വിരമിക്കുകയാണ്. യെശയ്യാ പ്രവചനം 48-ാം അധ്യായം പറയുന്ന അത് തൃപ്തം തെളിയിക്കുവാനുള്ളതല്ല, ദൈവത്തിന്റെ മറ്റൊരു പദ്ധതിയെ എടുത്തു കാണിക്കുന്നു. അതിന്റെ ഉത്ഭവകാലം എന്ന് പറഞ്ഞാൽ ബാബേൽ ഗോപുരത്തിന്റെ പണിയുടെ ആരംഭം മുതൽ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവം അവിടെ ഇറങ്ങിച്ചെന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ഉത്ഭവത്തെ കുറിച്ച് അതും തൃപ്തം തെളിയിക്കുവാൻ വേണ്ടി സാത്താൻ വളച്ച് ഒടിച്ചു കൊണ്ടുവന്നാൽ ഒരിക്കലും അത് വിജയിക്കില്ല. സ്നേഹിതരെ, ചരിത്രം പഠിക്കൂ, ദൈവവചനത്തിന്റെ സത്യം പഠിക്കൂ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അത് ബ്രദറെ, അടുത്തതായി പാസ്റ്റർ ജോസ് വർഗീസിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. താങ്ക് യു പാസ്റ്റർ ജോയ്. പാസ്റ്റർ ജോസ് മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആരംഭത്തെങ്കിൽ സൂചിപ്പിച്ചതുപോലെ ഈ യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിലെ ഈ 16-ാം വാക്യം പൊതുവിലുള്ള എല്ലാ പെന്തക്കോസ്തുകാരും ദൈവം ത്രിയേകനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി പരിശ്രമിച്ച് അതിനുവേണ്ടി ഉപയോഗിക്കാറുള്ള ഒരു തിരുവെഴുത്താണ്. എന്നാൽ ബൈബിൾ കുറച്ച് ശ്രദ്ധ വെച്ച് വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം മുഴുവൻ ശ്രദ്ധ വെച്ച് പഠിച്ചാൽ എനിക്ക് തോന്നുന്ന മുഴുവൻ ബൈബിളിലും ദൈവം ഏകനാണെന്നും ഞാൻ മാത്രമേ ഉള്ളെന്നും എനിക്ക് മുമ്പോ ശേഷമോ ആരുമില്ലെന്നും ഞാനാണ് ഇതൊക്കെയും സൃഷ്ടിച്ചത് എന്ന് ദൈവം ഏകവചനത്തിൽ തന്നെ കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ചില വാക്യങ്ങൾ മാത്രം ഇതിനകത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. 48-ന്റെ 11 വായിക്കുമ്പോൾ തന്നെ ഇവിടെ യഹോവയായ ദൈവം പറയുന്നത്, എന്റെ നിമിത്തം തന്നെ ഞാൻ അത് ചെയ്യും. എന്റെ നാമം അശുദ്ധമായി തീരുന്നെങ്ങനെ? ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിന് കൊടുക്കുകയില്ല. യാക്കോബെ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേല്, എന്റെ വാക്ക് കേൾക്ക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എന്റെ വലം കൈ ആകാശത്ത് വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 46-ൽ തുടക്കത്തിലെ മുതലേ 3 മുതൽ വാക്യം വായിക്കുമ്പോൾ, ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായ യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ, എന്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അന്യൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശ്യമാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും? പ്രൈസ് ദി ലോർഡ്. അപ്പോ 45-ന്റെ 12 വായിക്കുമ്പോൾ, ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എന്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു. അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. അവിടെ ഈ വാക്യങ്ങളെല്ലാം ദൈവം താൻ ഒരുവൻ മാത്രമേ ഉള്ളെന്നും അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണെന്നും തനിക്ക് മുമ്പോ ശേഷമോ ആരുമില്ലെന്നും യഹോവയായ ദൈവം സ്വയം പറയുമ്പോൾ തന്നെ അതേ അധ്യായത്തിന്റെ മറ്റൊരു ഭാഗത്തു നിന്നും ഈ 16-ാമത്തെ വാക്യം എടുത്ത് പറയുന്നത്, നിങ്ങൾ അടുത്തു വന്ന് കേൾപ്പിൻ, ഞാൻ ആദ്യം നേരത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. അതിന്റെ ഉത്ഭവകാലം അതിനെക്കുറിച്ച് ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. കാരണം കർത്താവിന്റെ ദാസൻ വളരെ സ്പഷ്ടമായി അനവധി തിരുവെഴുത്തുകളെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
എന്നാൽ ഞാൻ പറയുന്ന ഒരു കാര്യം, യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഇവിടെ യെശയ്യാവ് 46 അധ്യായത്തിൽ പറയുന്നത് പോലെ തന്നെ ഇവിടെ പ്രവാചകൻ തന്നെ കുറിച്ച് പറയുകയാണ്, യഹോവയായ കർത്താവ് എന്നെയും യഹോവയുടെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം, ഈ പ്രവചനങ്ങൾ മുഴുവനും ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രവചിക്കപ്പെട്ടതാണ്. ബൈബിൾ പറയുന്നത് പ്രവാചകൻ യഹോവയുടെ മൗത്ത് പീസ് ആണ്, വായാണെന്ന്. അപ്പോ ദൈവം ഒരു കാര്യം ഈ ഭൂമിയിൽ ചെയ്യുന്നതിന് മുമ്പ് ആമോസ് 3:7 പറയാണ്, യഹോവയായ കർത്താവ് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിക്കാതെ ഒരു കാര്യം ചെയ്യത്തില്ല. അപ്പൊ ദൈവം എങ്ങനെയാണ് അറിയിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവിനെ അയച്ചിട്ടാണ് അറിയിക്കുന്നത്. അത് ദർശനങ്ങളിലൂടെ ആവാം, ദൈവം തന്നെ അവർക്ക് സംസാരിച്ച കാര്യമായിരിക്കാം. അപ്പൊ അവരിലൂടെ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നുവോ ദൈവം അത് തന്റെ ആത്മാവിനെ അയച്ചിട്ടാണ് അവർക്ക് ഒരു ട്രാൻസിലോ ഒരു ദർശനത്തിലോ അല്ലെങ്കിൽ ഒരു അരുളപ്പാടിലൂടെയോ അറിയിക്കുന്നത്. ഇത് ഒരു തൃത്വം എനിക്ക് ഉണ്ടായിരിക്കണം. എന്റെ ദൈവം മിനിമം 3 വ്യക്തികളുള്ള ദൈവമാണ് ആയിരിക്കണം എന്നുള്ള സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുക്കണ്ണാടി വെച്ച് ദൈവത്തിന്റെ വചനത്തെ നോക്കി കാണുന്നവർക്ക് എടുക്കാൻ കഴിയുക മാത്രമല്ല, അത് വിശ്വസിക്കാൻ വേണ്ടിയുള്ള ഒരു ജനത്തിന് കൊടുക്കാൻ കഴിയുന്നവർക്കും വേണ്ടി മാത്രം ഈ ജാതി ഗിമ്മിക്കുകൾ കൊണ്ട് കഴിയുള്ളൂ. ബൈബിൾ പ്ലെയിൻ ആയിട്ട് വായിക്കുന്ന, നമുക്കിത് ഒരു ദൈവത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ലാത്ത ഒരു ജാതിയെ വിളിച്ച്, ഒരു ഹൈന്ദവനെ വിളിച്ചിട്ട് ഈ വാക്യം വായിച്ചാൽ ഇതിന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും, ഈ എഴുത്തുകാരൻ പറയുകയാണ് ദൈവം തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു പറയും. കുരുട്ടുബുദ്ധിയുള്ളവന് മാത്രം വ്യാഖ്യാനിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു തൃത്വം മാത്രമേ ഇവിടെ ഉള്ളൂ. ബൈബിൾ ഉടനീളം ദൈവം പറയുകയാണ്, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവമില്ല, എനിക്ക് മുമ്പോ ശേഷമോ ആരുമില്ല, ഞാൻ മാത്രമാണ് യഹോവ എന്ന് ബൈബിൾ പറയുന്നു. എന്നിട്ട് അതേ ബൈബിളിൽ നിന്ന് തന്നെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് വന്നിട്ട് പറയുകയാണ്, ഇവിടെ യഹോവയായ ദൈവം എന്നെയും തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. ഇപ്പോ ബൈബിൾ ഒരു സ്ഥലത്ത് പോലും ആത്മാവിന് ഒരു ശരീരമോ വ്യക്തിത്വമോ ഉള്ളതായിട്ട് പറയുന്നില്ല. ഒരു വാക്യം പോലും ഇല്ല ആത്മാവിന് ശരീരമുണ്ടെന്നും ആത്മാവിന് വ്യക്തിത്വമുണ്ടെന്നും. അപ്പോ ഇവിടെ എല്ലാം ഞാൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഞാൻ എന്ന് തികച്ചും പറയാൻ കഴിയുന്ന ഒരാൾ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഐ ആം ദാറ്റ് ഐ ആം എന്ന് ദൈവം പറഞ്ഞത്. ഞാൻ ആകുന്നവൻ എന്ന് പറഞ്ഞാൽ കാലഭേദങ്ങൾക്ക് അല്ലെങ്കിൽ കാലഭേദങ്ങളോ ആച്ഛാദനമോ ഇല്ലാത്ത ദൈവത്തിന് മാത്രമാണ് ഐ ആം എന്നുള്ള ഒരു പേഴ്സണൽ നൗൺ, വ്യക്തിപരമായ ഒരു നാമം ഉപയോഗിക്കാനുള്ള അർഹതയുള്ളൂ അല്ലെങ്കിൽ അവകാശമുള്ളൂ. നമ്മളൊക്കെ കാലത്തിന്റെ ഒരു ചെറിയ പീരീഡിൽ വന്ന് കടന്നു പോകുന്നവരാണ്. അത് ഈ പറയുന്ന പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. അവരുടെ കാലഘട്ടം, പ്രവചന കാലഘട്ടം കഴിയുന്നു, അതിനുശേഷം അവരുടെ കാലം അവസാനിക്കുന്നു, മറ്റൊരാൾ രംഗത്തേക്ക് വരുന്നു. എന്നാൽ ദൈവം അനാദിയായി ശാശ്വതമായി താൻ മാത്രമാണ് ദൈവം എന്ന് അരുളി ചെയ്യുന്ന ആ ദൈവം ഒരുവൻ മാത്രമാണ് എന്നും എന്നേക്കുമുള്ള ഞാൻ എന്ന പദവിക്ക് അല്ലെങ്കിൽ ആ അസ്തിത്വത്തിന് യോഗ്യനായിട്ടുള്ളവൻ. ആ ദൈവം കാലാകാലങ്ങളിൽ താൻ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് അല്ലെങ്കിൽ ആ പ്രവർത്തികളെ ഇത് അറിയിക്കേണ്ടതിന് തന്റെ ആത്മാവിനെ അയച്ച് അവർ പ്രവചിക്കുന്നു. ആ പ്രവചിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയാകുന്നു. ഇവിടെ ഇത് പ്രവചിച്ച പ്രവാചകൻ പറയുകയാണ്, യഹോവയായ കർത്താവ് എന്നെയും അവന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. ഇവിടെ എവിടെയാണ് പ്ലെയിൻ ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരു തൃത്വം ഉണ്ടാക്കാൻ കഴിയുന്നു? ഒന്നും ബേസിക് അടിസ്ഥാനപരമായി തന്നെ ദൈവവചനത്തിൽ ഒരു തൃത്വമോ അല്ലെങ്കിൽ ദൈവത്തെ കൂടാതെ ഒരു വ്യക്തിയോ ഇല്ല. മാത്രമല്ല യെശയ്യാ പ്രവാചകനെ നമ്മൾ പഠിക്കുമ്പോൾ ബൈബിളിനകത്തെ ബൈബിൾ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. കാരണം ലോകത്തിന്റെ ദൈവം പൂർവ്വകാലങ്ങളിൽ ദൈവം എങ്ങനെയായിരുന്നുവോ, അതായത് മനുഷ്യ സൃഷ്ടിക്കോ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കോ മുമ്പ് ദൈവം എങ്ങനെയായിരുന്നുവോ അവിടെ മുതൽ അനന്തനിത്യതയിൽ എത്തുവോളം മനുഷ്യന്റെ സൃഷ്ടിയും വീഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ഈ കാലം തന്നെ ഉണ്ടായത്. അതായത് ഇവിടെ പറയുന്ന കോരസിനോട് അരുളി ചെയ്യുന്ന ബാബിലോണിന്റെ തകർച്ചയും വീഴ്ചയും
അതുപോലെ പിന്നീട് മനുഷ്യവർഗത്തിന്റെ ഉദ്ധാരണവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും മരണവും പുനരുദ്ധാനവും നിത്യജീവനും ഇങ്ങനെയുള്ള കാലചക്രത്തിൽ സംഭവിക്കേണ്ടുന്ന മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ മാത്രമാണ് നമുക്ക് സമയവും കാലങ്ങളും മാത്രം കാണുന്നത്. അപ്പൊ സമയത്തിന്റെ ഒരു ഘട്ടത്തിൽ ദൈവത്തിന്റെ പ്രവാചകനിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, തന്റെ ആത്മാവിനെ അയച്ച് അരുളി ചെയ്തൊരു കാര്യത്തെ മനുഷ്യൻ വ്യാഖ്യാനിക്കുമ്പോൾ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം താൻ ഒരുവൻ മാത്രമാണെന്ന് പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും വ്യാഖ്യാനിച്ചിരിക്കുമ്പോൾ, മനുഷ്യൻ ഉണ്ടാക്കിയ ത്രിയേക ദൈവ സിദ്ധാന്തത്തെ ന്യായീകരിക്കേണ്ടതിന് വേണ്ടി കണ്ടെത്തുന്ന ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു കുമിളയുടെ ആയുസ് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും ബൈബിൾ അറിയാവുന്ന അല്ലെങ്കിൽ ബൈബിളിനെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവാത്മാവിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്കും ഇത്തരം കാര്യങ്ങൾക്ക് ഒരു നിലനിൽക്കുന്ന അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ കഴിയുകയില്ല. കാരണം പുതിയ നിയമവും പഴയ നിയമവും ഈ പുതിയ നിയമ കാലഘട്ടത്തിലും പഴയ നിയമ കാലഘട്ടങ്ങളിലും സംഭവിക്കുന്ന കാര്യങ്ങളെ മുഴുവനും യെശയ്യാ പ്രവാചകൻ തന്റെ 66 പുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ബൈബിളിനുള്ളിലെ ബൈബിൾ എന്ന് പറയാനുള്ള കാര്യം. കാരണം അതിലുള്ളതെല്ലാം ഭാവി കാലത്ത് സംഭവിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ മരണം, ഉദ്ധാനം, പിന്നീട് മില്ലേനിയൽ കിങ്ഡം, അതിനുശേഷം ന്യായവിധി, സഹസ്രാബ്ദ വാഴ്ച, ഇതെല്ലാം ആ പുസ്തകത്തിലുണ്ട്. സൃഷ്ടിക്ക് മുമ്പുള്ള കാര്യങ്ങൾ മുഴുവനുമുണ്ട്. അപ്പോൾ യെശയ്യാ പ്രവാചകനെ നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ ബൈബിളിൽ ഉടനീളം ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ ഏകത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവം ഏകനായിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ സ്പഷ്ടമായി പഠിപ്പിച്ചിരിക്കെ അതേ പുസ്തകത്തിൽ നിന്നും ഒരു വാക്യത്തിൽ നിന്നും യഹോവയെയും ആത്മാവിനെയും എന്നെയും എന്ന് പറയുന്ന 3 കാര്യങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുന്നവർക്ക് സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള അയ്യോ കഷ്ടം എന്ന് മാത്രമേ നമുക്ക് പറയുവാനുള്ളൂ. ഇതിനെക്കുറിച്ച് മറ്റ് കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് വ്യാഖ്യാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവിടെ പറയപ്പെട്ടിരിക്കുന്ന ആ കോണ്ടെക്സ്റ്റിനെ സംബന്ധിച്ച് കർത്താവിന്റെ ദാസൻ ജോയ് പാസ്റ്റർ വളരെ വ്യക്തമായിട്ട് വേഗമായിട്ട് പറയുകയല്ല, തിരുവഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ വ്യക്തമാക്കിയത് കൊണ്ട് ആ വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ബുദ്ധിയോടെ ദൈവം അതിനെ കേവല ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് പോലും തൃത്വം സ്ഥാപിക്കാൻ യെശയ്യാ 48:16 ഉപയോഗിക്കാൻ കഴിയില്ല. അത് മൂഢന്മാരല്ലാതെ ആരും ചെയ്യുകയില്ല എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. താങ്ക് യു പാസ്റ്റർ ജോസ്. അടുത്തതായി ബ്രദർ സൈമൺ സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ അതിനകത്ത് ഈ യെശയ്യാവിന്റെ പുസ്തകത്തിനകത്ത് ദൈവം പറയുന്നു ആദ്യനും അന്ത്യനും ആകുന്നു. പിന്നെ നമ്മൾ ആദ്യമേ എടുത്ത ഒരു വിഷയം ക്രിസ്തുവിന്റെ ആത്മാവാണ് പ്രവാചകന്മാരിൽ കൂടെ സംസാരിക്കുകയും എബ്രായർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പറയുന്നു, ഒന്നിൽ പഴയ കാലത്ത് ദൈവം പ്രവാചകന്മാരിൽ കൂടെയും ഈ പുതിയ നിയമത്തിൽ ദൈവം തന്റെ പുത്രനിൽ കൂടെ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരേ ആത്മാവാണ്. ആ ദൈവം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ആത്മാവാണെന്ന് വളരെ വ്യക്തമാണ്. ഇവിടെ ആരാണ് ഈ ആദ്യനും അന്ത്യനും എന്നുള്ള കാര്യം കൂടെ ഒന്ന് വിശദീകരിച്ചിട്ട് മൊത്തത്തിലൊരു സമ്മറി പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ഈ യെശയ്യാവ് 48:16 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കം ഈ നിയർ അൺടു മീ ഹിയർ ഈ ദിസ് I have not spoken in secret from the beginning, from the time that it was. There I am, and now the Lord God എന്നാ പറയുന്നത്. The Lord God. അപ്പൊ the Lord എന്നാ God എന്നുള്ള കാര്യം ഈ ഒരു വാക്കിനകത്ത് ഉണ്ട്. ഈ the Lord God എന്ന് പറയുമ്പോൾ and his spirit എന്ന് പറയുമ്പോഴത്തേക്ക് God is spirit എന്നുള്ള വചനവും ബൈബിളിനകത്തുണ്ട്. അപ്പം God is spirit, Jesus is the Lord. അപ്പം ജീസസ് ലോർഡ് ആണെന്നുള്ള കാര്യം നമുക്ക് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ലോർഡ് ഗോഡ് ആണെന്നും ഗോഡ് ഈ സ്പിരിറ്റ് ആണെന്നുള്ള കാര്യം ബൈബിൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഹാസ് സെൻഡ് മീ എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരാളിനെ പറ്റി പറയുന്നെന്നുള്ള കാര്യം പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഇത് പുത്രനെ പറ്റിയാണ്, ചില ആൾക്കാർ പറയും ഇത് യെശയ്യായെ പറ്റിയാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് യെശയ്യാവാണ് ഇത് എഴുതിയേക്കുന്നത്. അപ്പൊ യെശയ്യാവ് എഴുതിയേക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവാൽ ആയോണ്ട്
അത് ഐ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഐ ആരാ അല്ലെങ്കിൽ നീ ആരാ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇച്ചിരി ആ 11-ാമത്തെ അധ്യായം പോലും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഷുഡ് മൈ നെയിം ബി പൊല്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്റെ നാമം എങ്ങനെ പൊല്യൂട്ട് ആവും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഐ വിൽ നോട്ട് ഗീവ് മൈ ഗ്ലോറി അൺ ടു അനദർ. അപ്പൊ ഗ്ലോറി ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഐ അല്ലെങ്കിൽ നീ എന്ന് പറയുന്ന ആള്, ഒരു ഗ്ലോറി ഉള്ള വ്യക്തിയാണ്. ആ ഗ്ലോറി വേറൊരാൾക്ക് കൊടുക്കത്തില്ലെന്നും പറയുന്നുണ്ട്. അതുമല്ല, പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഐ ആം ഹി, ഈ ഐ ആം ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാ ഉദ്ദേശിക്കുന്നത്? ഈ ഐ ആം ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ഓൾസോ ഐ ആം ദ ലാസ്റ്റ്. അപ്പൊ ഈ ഐ ചെയ്യുന്ന അഡ്രസ് ചെയ്യുന്ന ഒരു ഹി ഉണ്ട്. ആ ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഹി ആണ്. ആ ഹി ആരാ? ആ ഹി എന്ന് പറഞ്ഞാൽ ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ആണ്. അപ്പം ആത്മാവായ ദൈവം, ആ ആത്മാവായ ദൈവം തന്നെ ആദ്യം അന്ത്യനുമാണ്. ആ ആത്മാവായ ദൈവം തന്നെയാണ് നമ്മൾ കാണുന്നത്. യെശയ്യാവ് 43:10 മുതൽ 12 വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാര്യം വ്യക്തമാവുന്നുണ്ട്. ഈ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ ആർ മൈ വിറ്റ്നസ് സേഡ് ദ ലോർഡ്. അവിടെയും ലോർഡ് ആണ് സംസാരിക്കുന്നത്, ലോർഡ് ഗോഡ് ആണ് സംസാരിക്കുന്നത്. ആൻഡ് മൈ സർവന്റ് whom I have chosen. അപ്പൊ ഒരു സർവന്റിനെ പറ്റി പറയുന്നുണ്ട്. that he may know and believe me and understand that I am he. ഞാൻ ആ സർവന്റ് ആവുന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ ഈ സർവന്റ്, ഭാവി വരാൻ പോകുന്ന ഒരു സർവന്റ് ഉണ്ട്. ആ സർവന്റ് ആണ് ഈ ദ ലോർഡ് എന്നുള്ള കാര്യം. ഈ സർവന്റ് ആരാണ്? ആ സർവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ആണ്. ആ യേശു ക്രിസ്തു ആരാണ്? ദ ലോർഡ് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. അത് പുതിയ നിയമം പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. കൂടെ പറയുന്നുണ്ട് ദ ലോർഡ് ആൻഡ് മൈ സർവന്റ് ഹൂം ഐ ചോസൻ ദാറ്റ് ഹി മേ നോ ആൻഡ് ബിലീവ് മീ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ആം ഹി. അപ്പൊ ഞാൻ അവനാകുന്നു. കൂടെ രണ്ടാൾക്കാരല്ല അവര്. ആ സർവന്റും ആ കർത്താവും, ആ ദൈവം, കർത്താവായ ദൈവം എന്ന് പറയുമ്പോഴും അത് രണ്ട് വ്യക്തികളല്ല, ദൈവം ആത്മാവാണ്. ആ ആത്മാവായ ദൈവം തന്നെ ജഡത്തിൽ ആത്മാവായി വസിച്ചുകൊണ്ട് അതിന്റെ വേലകൾ ചെയ്ത് ഒരു പ്രോസസ്സിനെയാണ്, ആ ജഡത്തിനെയാണ് സർവൻ എന്ന് പറയുന്നത്. അതിനകത്ത് വസിച്ച് ആത്മാവിനെയാണ് പിതാവ് എന്ന് പറയുന്നത്. അത് രണ്ടല്ല, ഒരേ ആത്മാവാണ്. ആ ഒരേ ആത്മാവിന്റെ ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ വായിക്കുമ്പോഴത്തേക്ക് ബിഫോർ മീ ദർ വാസ് നോ ഗോഡ് ഫോം നീദർ ഷാൽ ദർ ബി ആഫ്റ്റർ മീ. അപ്പൊ ഈ സർവന്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ദൈവം അല്ല, ഒരേ ആ ദൈവം തന്നെയാണ്. ഈ ഐ എന്ന് പറയുന്ന യെശയ്യാവ് പറയുന്ന ആ ഐയും മീയും ഇവിടെ ആരാന്നുള്ള കാര്യം, ആ ഐ എന്നുള്ള കാര്യം, ഐ ആം ദ ലോർഡ് ബിസൈഡ് മീ ദർ ഈസ് നോ സേവിയർ. അപ്പൊ ഈ ഐ എന്ന് പറഞ്ഞ ആ സേവിയറുമാണ്, ഐ എന്ന് പറഞ്ഞ ആ ദ ലോർഡ് ആണ്. ഓക്കെ, ഐ ഹാവ് ഡിക്ലെയർഡ് ആൻഡ് ഹാവ് സേവ്ഡ്. ഐ ഹാവ് ഷോഡ് when there is no stranger God amongst you. Therefore ye are my witness, saith the Lord. ആ ലോർഡ് ആരെ? ഐ ആം ഹി എന്ന് പറഞ്ഞത് ഇവിടെ എഴുതിയിരിക്കുന്നത് ഐ ആം ഗോഡ്. അപ്പം ദ ലോർഡായ ആ യേശു ക്രിസ്തു, ആ ദ ലോർഡായ ജീസസ് ഈസ് ദ ഗോഡ് എന്നുള്ള കാര്യം കൂടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ എന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യം അന്ത്യം എന്ന് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ആ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ദൈവം, പിതാവായ ദൈവം. ആ പിതാവായ ദൈവം തന്നെയാണ് ജഡത്തിൽ നമ്മളുടെ രക്ഷകൻ എന്ന് പറഞ്ഞാൽ യഹോവ നമ്മളുടെ രക്ഷകൻ ഉള്ള രീതി വന്നപ്പം യശുവ എന്നുള്ള പേര്, ആ യശുവാനെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ ജീസസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ മീന്ന് പറയുന്നതും അവിടെ പഴയ നിയമത്തിനകത്ത് ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറയുന്നതും അത് എല്ലാം ഒരേ ആത്മാവാണ്. ആ പ്രത്യക്ഷ രൂപം ദൈവത്തിനെ ഒരു നാളും ആരും കണ്ടിട്ടില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ആ പൂർണ്ണതയുടെ കാര്യമാണ് പറയുന്നത്. ആ പൂർണ്ണത മനുഷ്യനായിട്ടും ക്രിയേഷനുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ദൈവം ആത്മാവിന്റെ ഒരു ദ വേർഡ് എന്ന് പറയത്തില്ലേ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1:1 ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് എന്ന് പറയുമ്പം അത് ആ ഒരു സ്പിരിറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ആ സ്പിരിറ്റിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. അത് വേറൊരു സ്പിരിറ്റ് അല്ല, അത് ഒരേ സ്പിരിറ്റ് ആണ്, പക്ഷെ അതിന്റെ ഡിഫറെന്റ് ഓപ്പറേഷൻസ് ആണ്. അത് മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ ക്രിയേഷനുമായിട്ട് ബന്ധപ്പെടാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു വെളിപ്പാടാണ്. ആ വെളിപ്പാട് മുഖാന്തരമാണ് നമ്മൾ കാണുന്ന പഴയ നിയമത്തിൽ ആ ആത്മാവ്
ത്രൂ ആണ്, ക്രിസ്തുവിന്റെ ആത്മാവ് ത്രൂ ആണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് പ്രവാചകന്മാരൊക്കെ സംസാരിക്കുന്നതും അങ്ങനെ തന്നെ യെശയ്യാവ് സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാം സംസാരിക്കുന്നത് ദ വേർഡ്, ദ ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ആ പറയുന്നത് അത് യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തു തന്നെയാണ് യേശു ക്രിസ്തുവിനെ അയച്ചെന്ന് ഇങ്ങനെയും പറയാൻ പറ്റും നമുക്ക്. എന്താന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ്, ആ യഹോവ മൈ സാൽവേഷൻ എന്നുള്ള കാര്യം ആ ജീസസ് തന്നെയാണ്. ജീസസ് മാൻ ക്രൈസ്റ്റ് ജീസസിനെ അയച്ചേക്കുന്നത് എന്നുള്ള കാര്യം കൂടെ തെളിവാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ബ്രദർ സൈമൺ. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അടിസ്ഥാനപരമായി ഈ ഡേവിഡ് അടിമാലി സഹോദരൻ പറഞ്ഞത് ക്രിസ്തുവിന്റെ ആത്മാവ്, ക്രിസ്തു എന്ന് പറയുന്ന ഒരു പദം മനുഷ്യനായി ഈ ലോകത്തിൽ വന്ന യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു വലിയൊരു തെറ്റായിട്ടുള്ള ഒരു വെളിപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. അതാണ് ഞങ്ങൾ ഇവിടെ ക്ലാരിഫൈ ചെയ്തത്. ദൈവത്താൽ അഭിഷിക്തരായിരിക്കുന്ന എല്ലാവരും, അതായത് ദാവീദിനും അഭിഷേകം ലഭിച്ചിരുന്നപ്പോൾ അഭിഷിക്തൻ എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ ആ മലയാളം പദം വെച്ചിട്ട് അഭിഷിക്ത, ക്രിസ്തു എന്നത് അഭിഷിക്തൻ മാത്രമാണ് എന്നുള്ള അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ യെശയ്യാവിന്റെ പുസ്തകത്തെ എല്ലാം കാണുന്നത് അവിടെ. അപ്പൊ അദ്ദേഹത്തിന്റെ അടിസ്ഥാനം, ആ ക്രിസ്തു എന്ന പാറ എന്ന അടിസ്ഥാനം പോലും അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അവരിൽ നിന്നും വരുന്നത്. ക്രിസ്തു എന്നത് ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണെന്നും പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചത് ആണെന്നും ക്രിസ്തു എന്നത് വെറും ഒരു മലയാളത്തിൽ പറയുന്ന അഭിഷിക്തൻ എന്നുള്ള വാക്യം മാത്രമല്ല, ക്രിസ്തു എന്നത് ദൈവത്തിന്റെ ആത്മാവ്, ആ ഒരു ആത്മാവിന് ലഭിച്ച ഒരു പദവിയാണ് മഷിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്നുള്ള അഭിഷിക്തൻ എന്നുള്ള ആ ഒരു വാക്യം. ഇപ്പൊ പുത്രന്മാരിരിക്കെ ഏകപുത്രൻ ഉണ്ട് എന്നുള്ള പറയും. ദൈവം തന്നെ ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഏകപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അഭിഷിക്തൻ മാത്രമേ ഉള്ളൂ. അത് മനുഷ്യനായി ഈ ലോകത്തിൽ വന്നപ്പോൾ ആ കർത്താവായ യേശു, വചനമായിരുന്ന ദൈവമായിരുന്നവൻ തന്നെ ജഡത്തിൽ പ്രത്യക്ഷനായപ്പോൾ അവൻ മഹത്വീകരിക്കപ്പെട്ടപ്പോൾ അവൻ ക്രിസ്തു എന്നുള്ള അഭിഷേകം കൂടെ ആ മനുഷ്യനായ യേശുവിന് വന്നു എന്നുള്ള കാര്യമാണ് അപ്പോസ്തലന്മാര് പിന്നെ പറയുന്നത്. പക്ഷെ ക്രിസ്തു എന്നത് ആത്മാവ്, ആ ഒരു ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണെന്ന് വളരെ വ്യക്തമായിട്ടുള്ള വചനങ്ങൾ ഇന്ന് നമുക്ക് നൽകുവാൻ സാധിച്ചു. അതിൽ കൂടെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഒരു തൃത്വവും ഇല്ല, ദൈവം ഏകനെന്നും ഞാൻ മാത്രം ദൈവമെന്നും ഞാനല്ലാതെ വേറൊരു രക്ഷകനും ഇല്ലെന്നും ഞാൻ തന്നെ ആദ്യനും അന്ത്യനുമാകുന്നു എന്നും അത് യേശു നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കൺഫേം ചെയ്യുന്നതായിട്ടും വളരെ വ്യക്തമായിട്ടുള്ള വചനങ്ങൾ ഇന്ന് നമുക്ക് നൽകുവാൻ സാധിച്ചു. ദൈവം ഈ ലൈവ് കേട്ടവരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ലൈവിൽ ഞങ്ങളെ ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.